എന്താണ് CGST, SGST, IGST, UTGST എന്ന് നമുക്ക് നോക്കാം. ഈ IGST എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്ത് നിന്നോ ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നോ മറ്റൊരു സംസ്ഥാനത്തോട്ടും കേന്ദ്രഭരണ പ്രദേശത്തോട്ടും ഗുഡ്സോ സർവീസോ സെയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സിന് GST പറയുന്ന പേരാണ് IGST. ഇതല്ലാതെ തന്നെ ഗുഡ്സോ സർവീസോ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുമ്പോഴും IGST വരും. അടുത്തത് CGST പ്ലസ് SGST. ഇതെന്താന്ന് വെച്ചാൽ CGST എന്ന് വെച്ചാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും SGST എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിലോട്ട് തന്നെ, അതായത് കേരളത്തിൽ നിന്ന് കേരളത്തിലോട്ട് തന്നെ ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് ആണ് SGST പ്ലസ് CGST. അതായത് ഒരു 18% ടോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ CGST 9%, SGST 9% ആയിട്ട് വരും. അങ്ങനെ ടോട്ടൽ 18% വരും. ഇൻ കേസ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ടാണെങ്കിലോ CGST ഇല്ല, SGST ഇല്ല, ഓൺലി മോൺസ്റ്റാർ, ദാറ്റ് ഈസ് IGST, ടോട്ടൽ 18%. അപ്പോൾ ഇനി അടുത്തത് എന്താണ് UTGST പ്ലസ് CGST എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു കേന്ദ്രഭരണ പ്രദേശം ലൈക്ക് ലക്ഷദ്വീപോ അന്തമാനോ എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ള കേന്ദ്രഭരണ പ്രദേശം അല്ല GST ഉള്ളത്. ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ലക്ഷദ്വീപിൽ നിന്ന് വാങ്ങിയ ഗുഡ്സോ സർവീസോ ലക്ഷദ്വീപിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്ലസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50%, അതായത് 9 + 9 18% വരും. ഇനി ഒരു കാര്യം, ഒരിക്കലും UTGST പ്ലസ് SGST വരില്ല. ഒന്നുകിൽ IGST മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ SGST പ്ലസ് CGST, അതുമല്ലാന്നുണ്ടെങ്കിൽ UTGST പ്ലസ് CGST. ഒരിക്കലും UTGST പ്ലസ് SGST വരില്ല. ഇപ്പോൾ എന്താണ് IGST, CGST, SGST, UTGST എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എന്നെ ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ്.